ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും കോഴിയുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ ഒരു 3/4 കപ്പോളം ഉള്ളി, അത് നോക്കണം. നിങ്ങളൊരു ഒരു കൈപ്പിടി നിറച്ച് ചെറിയ ഉള്ളി എടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ജീരകമുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, 1/2 ടീസ്പൂൺ പെരുംജീരകമുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുണ്ട്, ഓരോ ടീസ്പൂൺ അതായത് 1/2 ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചതാണ്. പേസ്റ്റ് ഇടാം. ഉപ്പുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. നമുക്ക് പോവാം. ഇത് നമ്മുടെ ചിക്കനാണ്. ചിക്കൻ ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ കാണും. നമുക്കിനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് അരച്ചുകൊണ്ട് വരാം. എല്ലാം നമ്മളിട്ടു. നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരാം. അത് വെച്ചിരിക്കണം. നമ്മൾ അതിലോട്ട് നെയ്യാണ് ഒഴിക്കുന്നത്. അതായത് ഒരു 2 ടീസ്പൂൺ നെയ്യ് മതി നമുക്ക്. അതിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോണത്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി ഞാനൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്നുമല്ല, വെറുതെ 2-3 വട്ടൊക്കെ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. മസാല സാധനങ്ങളെല്ലാം കൂടെ ജാറിലിട്ടിരുന്നില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. ഉള്ളി ഒരുവിധം വഴണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ, രണ്ടും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ, അതായത് 1/2 ടീസ്പൂൺ വെച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടുകയാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇടാം. ഞാൻ ഇവിടെ ചതച്ചെന്നേ ഉള്ളൂ. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴേ നല്ല മണം വെളുത്തുള്ളിലേക്ക് ഇട്ടപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറണം, അത്രയേ ഉള്ളൂ. നല്ല മൂക്കണം എന്നൊന്നുമില്ല, പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് കുരുമുളക്, മഞ്ഞൾ, ജീരകം, പെരുംജീരകം, ഇവിടെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഇച്ചിരി ഒന്ന് വറ്റിക്കോട്ടെ. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം, ഇളക്കി വയ്ക്കാം. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചൊന്ന് മൂടി വയ്ക്കാം. നോക്കാം. ഏകദേശം ഒന്ന് പകുതിയോളം വെന്ത് കഴിഞ്ഞു. നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്, അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നമുക്കിത് മൂടിച്ച് വേവിക്കാം. അപ്പോൾ നോക്കാം. വെള്ളമൊക്കെ ഒന്ന് മാറി തക്കാളിയൊക്കെ ഒന്ന്, വെള്ളം കുറച്ചുണ്ട്. ഇത് പക്ഷേ ശരിക്കും നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതാണ് ഈ ചിക്കൻ്റെ സ്പെഷ്യൽ. നമുക്കിതിലോട്ട് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും പച്ചമുളക് പോലും ഇട്ടിട്ടില്ല. കുറച്ച് കുരുമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി. ഇനി നമ്മൾ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചതാണ്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട്.
വെറുതെ ഒന്ന് ക്രഷ് ചെയ്താണ്. നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ പൊടിച്ചതും ചേർക്കാം. മുളക് പൊടി സാധാരണ ചേർക്കാറില്ല ഇതിൽ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ലൈറ്റ് മറ്റേ നല്ല ഡാർക്ക് കളറാണിത്. ഇത് നമ്മൾക്ക് എണ്ണ തന്നെ ഒട്ടും ഒഴിച്ചിട്ടില്ല. 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വെറും പെപ്പറിൻ്റെ മാത്രം എരിവേ ഉള്ളൂ ഇതിനകത്ത്. പച്ചമുളക് പോലും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഗീ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഒരു വെറൈറ്റി വേണ്ട. എപ്പോഴും ഒരേപോലത്തെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പലതരത്തിലുണ്ടാക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. എത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.